ഗൈസ്, ഇത് കൊക്കോയാണേ. ഇത് നമ്മുടെ പറമ്പിൽ ഇന്നലെ അമ്മ പറിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ. ഇത് 2 കളറുള്ള കൊക്കോ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഒന്നൊരു വയലറ്റ് കളറിലുള്ളതും ഒന്ന് ഈ ഒരു നല്ല യെല്ലോ കളറിലുള്ളതും. പിന്നെ ഒരു ടൈപ്പ് കൊക്കോയും കൂടി ഉണ്ട്, അതായത് ചെറിയൊരു പച്ച കളർ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ മാത്രം യെല്ലോ കളർ വന്നിട്ടുള്ളൊരു കൊക്കോയും ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല വിലയാണ് കേട്ടോ. ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിലയാണ്. 1000-ന് മുകളിലുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്ക് വില. അത് പിന്നെ കുറഞ്ഞ് ഇപ്പോൾ 700 സംതിങ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഇത് ഉണക്കി കൊടുത്താൽ മാത്രമല്ല, ഇങ്ങനെ തന്നെ ഇതിൻ്റെ പഴം ഇതാണ്. ഇത് ഇങ്ങനെ കൊടുത്തു ഈ പഴം മാത്രം എടുത്ത് നമ്മൾ കൊടുത്താലും അതിന് വിലയുണ്ട് കേട്ടോ. അതിന് ഏകദേശം ഒരു 40-50 രൂപ മാത്രമേ വിലയുള്ളൂ. ഈ കുരു ഇങ്ങനെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജി ഫീലിംഗ് കേട്ടോ. പണ്ട് ഇതിങ്ങനെ കൊക്കോ പൊട്ടിക്കുന്ന സമയത്ത് അമ്മയുടെ ഒക്കെ അടുത്ത് പോയിരുന്നു ഇങ്ങനെ ഓരോന്നോരോന്ന് പെറുക്കി ഇതിൻ്റെ ഈ സംഭവം, അതായത് ഈ മധുരമുള്ള ഭാഗം ഞൊണഞ്ഞിറക്കുമായിരുന്നു കേട്ടോ. അപ്പം പറയും ഈ കുരു വിഴുങ്ങി കഴിഞ്ഞാൽ വയറ്റിൽ കൊക്കോ മുളച്ച് വരുമെന്ന് പറയുമായിരുന്നു. ഇത് ഇന്നലെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുരങ്ങ് വന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ കൊടുക്കാതെ. അപ്പോൾ കുരങ്ങ് വന്നപ്പോൾ അമ്മ പറഞ്ഞ കൊച്ചെ കൊക്കോപ്പഴം എല്ലാം കുരങ്ങ് പറിച്ച് തിന്നുമെന്ന് പറഞ്ഞിട്ട് വേഗം ഓടിപ്പോയി പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഉള്ളത് ഒരുപാടൊന്നുമില്ല, കുറച്ചുള്ളത് അമ്മ വേഗം പോയി പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ പൊട്ടിച്ച് നമുക്കൊരു പാത്രത്തിലാക്കണം. ഇതിങ്ങനെ ഇടിച്ച് പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് എടുക്കാതെ. പണ്ടൊക്കെ ആയിരിക്കുമ്പോൾ നാണക്കേടൊന്നും ഇല്ല, അതിൻ്റെ കൂഞ്ഞിയിലൊക്കെ എടുത്ത് അങ്ങനെ തിന്നുമായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂഞ്ഞിയിലും നല്ല മധുരമാണ്. പണ്ട് ഞങ്ങളുടെ പറമ്പിലെ കൃഷി എന്ന് പറയുന്നത് കാപ്പിക്കുരും കുരുമുളകും കൊക്കോയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഏലത്തിന് പെട്ടെന്ന് ഒരു ദിവസം വില കയറിയപ്പം പെട്ടെന്ന് കാശുകാരാകാൻ വേണ്ടിയിട്ട് കൊക്കോയും കാപ്പിയും എല്ലാം വെട്ടി, എന്നിട്ട് ഏലം വെച്ചു. എന്നിട്ട് ഇപ്പോൾ ഏലത്തിന് വിലയില്ല, ഒന്നുമില്ല. അപ്പം അവിടെ ഇവിടെ നിൽക്കുന്ന കുറച്ച് കൊക്കോയിൽ നിന്ന് മാത്രം കിട്ടുന്ന കൊക്കോകളാണ് കേട്ടോ ഇത്. അബിയുടെ വീട്ടിൽ നിന്ന് എന്നും ഈ വീട്ടിൽ വരുമ്പോൾ എന്നും പഴയ കുറേ ഓർമ്മകൾ വരും. കാരണം അബിയുടെ വീട്ടിൽ മൊത്തം ഏലമാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ കാപ്പിയുണ്ട്, കൊക്കോ ഉണ്ട്, കുരുമുളകുണ്ട്, അതുപോലെ തന്നെ മാവുണ്ട്, പ്ലാവുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ മാങ്ങാപ്പഴമൊക്കെ കാശ് കൊടുത്ത് മേടിക്കണം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പറമ്പിൽ കൂടെ നടന്ന് പെറുക്കി തിന്നുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ മനസ്സിന് പഴയകാല കുറേ ഓർമ്മകൾ വരും. അപ്പോൾ ഇത്രയും കൊക്കോ പരിപ്പ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ഇട്ട് വെക്കാം. ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് കെട്ടി ഇതിന് 2 ഓട്ടയിട്ട് വെക്കാം. അതാകുമ്പം ഇതിൻ്റെ പുളിവെള്ളം എല്ലാം കൂടെ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഊറിപ്പോവും. അപ്പോൾ ഇതിന് കുറച്ച് ഓട്ട നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി ഇരുന്ന് ഇതിൻ്റെ ഈ പുളിവെള്ളമെല്ലാം ഊറിപ്പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മളിത് വെയിലത്ത് ഉണങ്ങാനിടും. എന്നിട്ട് നല്ലതുപോലെ ഉണങ്ങി കഴിഞ്ഞ് കുറേ പരിപ്പായി കഴിഞ്ഞ് നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കും.